ജപമാല രാജ്ഞി അമ്മയുടെ നീലങ്കിയിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ, ആമേൻ. ഈ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്നത് നല്ലതാണ്. ഇതൊരു കൊച്ചു പ്രാർത്ഥനയാണ്, പക്ഷെ നമുക്കൊരു പ്രത്യേക സംരക്ഷണം കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ അമ്മേനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ അങ്ങനെ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജപമാലേനെ കുറിച്ചാണ്. നമ്മുടെ ജപമാല ഞാൻ കൊച്ചു നാളിലൊക്കെ നല്ലപോലെ ചൊല്ലുമായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരാളെ കാണാനിടയായി. അപ്പോൾ അവർ ജപമാലേനെ കുറിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജപമാല ചൊല്ലുന്നത്? മാതാവിനെ കുറിച്ച് അധികം പറയുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത് ബൈബിളിൽ പറയാൻ ഇല്ല. കാരണം മാതാവിനെ കുറിച്ചിട്ട് നമ്മുടെ ബൈബിളിൽ സ്വർഗ്ഗാരോഹണത്തിനെ കുറിച്ചോ അമലോത്ഭവത്തിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാൻ അവരുടെ വാക്കിൽ വിശ്വസിച്ചിട്ട് ഞാൻ കുറച്ച് നാൾ പേഴ്സണലായിട്ട് ജപമാല ചൊല്ലുന്നത് നിർത്തിവെച്ചു. പിന്നെ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നുണ്ടെങ്കിലും ഞാൻ ജപമാല ഉപയോഗിക്കാനൊക്കെ മടിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ഒരു 22 വയസ്സൊക്കെ ആയപ്പോൾ ദുബായിലേക്ക് വന്നു. പിന്നെ എനിക്ക് ജോലിയായി. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്നും രാവിലെ ഒരു 8:15 ആകുമ്പോഴത്തേനും ഞാൻ നേരത്തോടെ ഓഫീസിലെത്തുന്നത് കൊണ്ട് ഷാലോം ടൈംസ് എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആർട്ടിക്കിൾസ് വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഷാലോം ടൈംസ് എന്നുള്ള വെബ്സൈറ്റിനെ കുറിച്ച് കാണുന്നതൊക്കെ. ഇതൊന്നും ആരും എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളല്ല. ഇത് വളരെ യാദൃശ്ചികമായിട്ട് കണ്ടു. അപ്പോൾ എനിക്കത് വായിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ വായിക്കും. അപ്പോൾ ഓരോ ദിവസം രാവിലെ വരുമ്പോൾ ഇന്ന് എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ വരാം. അതായത് ഓരോരുത്തരുടെ അനുഭവങ്ങളുണ്ടാവും, ഓരോ കാര്യത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഞാനൊരു ദിവസം വായിച്ചപ്പോൾ എനിക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ഒരു ജീവചരിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ അതിൽ വായിച്ച് വന്നപ്പം മാതാവ് അമലോത്ഭവയാണെന്നുള്ളത് വിശുദ്ധ അന്തോണീസ് പുണ്യാളന് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം വന്നു. അതോടൊപ്പം തന്നെ സങ്കടവും വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ വാക്ക് കേട്ട് അത്രയും നാൾ ഞാൻ മാതാവിനെ എടുത്ത് തള്ളി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു സങ്കടം. ഞാൻ പെട്ടെന്ന് തന്നെ കുമ്പസാരിക്കാനുള്ള തയ്യാറെടുപ്പായി. കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങണമല്ലോ. അങ്ങനെ ഞാൻ കുമ്പസാരിച്ചപ്പോൾ ഞാൻ വൈദികൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം നമ്മൾ അത്രയും നാൾ പേഴ്സണലി ജപമാല ചൊല്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു പാപമല്ലേ. പക്ഷെ നമ്മൾ ഒരാളുടെ വാക്ക്, നമ്മുടെ വിശ്വാസം നമുക്ക് വിശ്വാസത്തിൽ ദൃഢതയില്ലാത്തത് കൊണ്ടല്ലേ നമുക്കത് തെറ്റ് പറ്റിയത്. അപ്പം ഞാൻ തെറ്റേറ്റ് പറഞ്ഞ് അതിനുള്ള പ്രായശ്ചിത്വവും കാര്യങ്ങളും. പിന്നെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് മാതാവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ ഞാനിങ്ങനെ അറിയാൻ തുടങ്ങി. അവിടുന്ന് മുതൽ ഞാൻ വിശുദ്ധരുടെ ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിശുദ്ധയുടെ ബുക്കാണ്, വിശുദ്ധ എഴുതിയ ബുക്കാണ്, മരിയ വാൾത്തോഴത്ത് എഴുതിയ ബുക്കാണ് ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീതം. അതിൽ മാതാവിനെക്കുറിച്ചും ഈശോനെക്കുറിച്ചും ഒത്തിരി പറയുന്നുണ്ട്. അപ്പോൾ ഈ മരിയ വാൾത്തോഴത്ത എന്ന് പറയുന്നത് കാലിന് സുഖമില്ലാത്ത ഒരു വിശുദ്ധയാണ്. അപ്പോൾ അവർക്ക് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാതാവിൻ്റെയും ഈശോനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ കുരിശുമരണം, പീഡാനുഭവം, ഉത്ഥാനത്തിനെക്കുറിച്ചൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടും, വിവരണം കിട്ടുന്നുണ്ട് അതിൽ. അത് കാണുമ്പോൾ നമുക്ക് കുരിശുമരണമൊക്കെ വായിച്ചെത്തുമ്പോൾ എൻ്റെ പൊന്നി നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം ആ നമ്മുടെ കണ്ണീന്ന് വരുന്നത് കണ്ണീരായിരിക്കില്ല ആ സമയത്ത്, അത്ര അധികം നമുക്ക് സങ്കടം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈശോനെയും അമ്മേനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ബുക്കാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം. അപ്പോൾ സാധിക്കുന്നവർ വായിക്കുക, നമ്മുടെ മക്കൾക്കും വായിച്ച് പറഞ്ഞു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഗെയിമിൻ്റെ പിന്നാലെയും സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനം ചെലുത്തുന്ന അതിൻ്റെ ഒക്കെ പിന്നാലെ. പക്ഷെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു അരമണിക്കൂർ നമ്മൾ ഈ വക കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ഒരു
ബുക്കിലൊക്കെ വായിച്ച് അറിഞ്ഞ കാര്യങ്ങൾ അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ജപമാലേനെ കുറിച്ച് പറഞ്ഞു വന്ന് നമ്മളിപ്പോൾ ഒരു ഈ ഒരു ബുക്കിലെത്തി. അങ്ങനെ ഞാൻ ജപമാല ചൊല്ലാനും മാതാവായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് ഒരിക്കൽ മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്വപ്നം കാണുമെന്ന് പറയില്ലേ, അതിൽ നമ്മുടെ വേളാങ്കണ്ണി മാതാവിനെയും ഫാത്തിമ മാതാവിനെയും എനിക്ക് സ്വപ്നം കണ്ടു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്വപ്നം മാതാവിനെ കുറിച്ച്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫ്രീക്വൻ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാതാവിനെ സ്വപ്നത്തിലൂടെ കാണാൻ സാധിച്ചു.